എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27, 11 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പ്രകൃതിയെ 27ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് പ്രകൃതിയെ മനസ്സിലാക്കി ജീവിക്കുക എന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ കപില വാസുദേവൻ. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്. ഈ ശരീരത്തെ സ്വീകരിച്ച ജീവാത്മാവ് ആ പ്രാരാബ്ദം തീർക്കാനായി ഈ ശരീരത്തെ എനിക്ക് എന്നെ അറിയാൻ വേണ്ടി ജീവാത്മാവ് ഒരു ശരീരത്തെ സ്വീകരിച്ചു കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുമായിട്ടും പ്രകൃതിയുടെ മായ ത്രിഗുണങ്ങളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ ഒരു വികാരവുമില്ലാതെ ഗുണങ്ങളുമായിട്ടൊന്നും നിർമുക്തനാണ്, എല്ലാത്തിൽ നിന്നും മുക്തനായി നിൽക്കുന്ന ആ ജീവാത്മാവ് പരമാത്മാവിൻ്റെ പ്രതിബിംബം, സൂര്യൻ്റെ പ്രതിബിംബം ജലത്തിൽ കാണുന്നത് പോലെ പരമാത്മാവിൻ്റെ പ്രതിബിംബമായി ശരീരത്തിൽ ഇരിക്കുന്ന ആ ജീവാത്മാവ്, അങ്ങനെയുള്ള ജീവാത്മാവ് യഥാർത്ഥത്തിൽ എല്ലാത്തിൽ നിന്നും മുക്തമാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച്, സത്വരജതമോ ഗുണങ്ങൾക്കനുസരിച്ച് ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ ചലിക്കുമ്പോൾ ഈ പ്രകൃതി ശക്തിയുടെ സ്വാധീനത്തിൽ ആ ശക്തിയെ സ്വീകരിച്ച് ശരീരവും, മനസ്സ് ചലിക്കുന്നു, ബുദ്ധി ചലിക്കുന്നു, ശരീരം ചലിക്കുന്നു. ആ ചലനം എന്താണെന്ന് അറിയാലോ? മനസ്സുകൊണ്ട് ഓരോന്ന് ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നു, ആ തീരുമാനം ശരീരം നടപ്പാക്കുന്നു. അതെന്താണോ പറയുന്നതാണെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും എല്ലാം ഇങ്ങനെ നടക്കുന്ന ശരീര മനോബുദ്ധിയുടെ ചലനം ഇവിടെ പ്രകൃതിയാണ് ചലിപ്പിക്കാനുള്ള ശക്തിയായിരിക്കുന്നത്. പക്ഷേ ആ ജീവാത്മാവ് വിചാരിക്കുകയാണ് ഞാനാണ് ചലിക്കുന്നത് എന്ന്. അത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും, അല്ലേ, ഞാൻ എണീറ്റു, ഞാൻ ഇന്ന് അത് ചെയ്തു, ഞാൻ നേടി, ഞാൻ ജോലി ചെയ്തു, ഞാൻ അത് വെച്ചു, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി, ഞാൻ അത് ചെയ്തു, ഞാൻ ചെയ്തു. നമ്മൾക്ക് ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഞാൻ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. സ്വപ്നം കണ്ടാൽ പറയും ഞാൻ ഇന്നലെ ഭയങ്കരമായൊരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു സ്വപ്നം കണ്ടു. ഇനി ഗാഠനിദ്രയിലായാൽ നമ്മൾ എന്ത് പറയും? ഞാൻ ഇന്നലെ ഒന്നും അറിഞ്ഞില്ല, കെട്ടുന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ രാവിലെ അലാറം അടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റ്, അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇതൊക്കെ അനുഭവിക്കുന്ന ആളാരാ? ഈ ഞാൻ. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാളില്ലേ ഈ ഞാൻ എന്ന് പറയുന്നത്? ആ ഞാനാണ് ജീവാത്മാവ്. ഈ ജീവാത്മാവ് എനിക്ക് എന്നെ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ശരീരത്തെ, അത് ഇച്ഛിച്ചപ്പോഴാണല്ലോ പ്രകൃതി ചലിച്ചതും മായ ഉണർന്നതും മായയിൽ നിന്ന് അഹങ്കാരം, ആത്മഹത്തത്വം, അഹങ്കാരം എല്ലാതും ഉണ്ടായത്. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, അന്ധകരണം, ചിത്ത് എല്ലാതും ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെയിനായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് പുരുഷൻ ഇച്ഛിച്ചപ്പോഴാണ് ഇതെല്ലാ ചലനങ്ങളും ഉണ്ടായത്. അപ്പോൾ ആ പുരുഷൻ എന്താണ് ഇച്ഛിച്ചത്? എനിക്ക് എന്നെ അറിയണം, ഞാൻ ആരാണ്, ഞാനിവിടെ ഇല്ലേ, ഞാൻ ആരാണ്, എനിക്ക് എന്നെ അറിയണം, കാരണം ഒരു രൂപമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അറിയണമെന്ന് പുരുഷൻ ഇച്ഛിച്ചപ്പോൾ അതറിയാൻ എന്ത് വേണം?
ഒരു ശരീരം, ഒരു മനസ്സ്, ബുദ്ധി എന്ന സ്ഥൂല ശരീരം ഉണ്ടാവണം. ആ മനസ്സുകൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു മനസ്സെടുക്കണം. അപ്പോൾ പ്രകൃതി ചലിച്ചു, പ്രകൃതി എന്ന ശക്തി ചലിച്ചു, മായ ഉണർന്ന് മായയുടെ ഗുണങ്ങൾക്ക് സമമായി നിന്ന ത്രിഗുണങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചപ്പോൾ ഓരോ ആദ്യമഹത്തത്വം, അഹങ്കാരതത്വം, അങ്ങനെ എല്ലാം ഇവിടെ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത് നമുക്കറിയാം. അപ്പോൾ ചലിച്ചതാരാ? ഇനി നമുക്ക് സംശയമില്ല, പ്രകൃതിയാണ് ചലിച്ചത്, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണ്. അത് നമ്മൾ എന്താ പറയുക? ഇച്ഛാശക്തി, ചിന്തിക്കാനുള്ള ശക്തി മനസ്സിന് നൽകുന്നത് ശക്തി സ്വരൂപിണിയായ പ്രകൃതിയാണ്. ജ്ഞാനശക്തി, ബുദ്ധി, തീരുമാനമെടുക്കാനുള്ള ശക്തി ബുദ്ധിക്ക് നൽകുന്നത് ആ ശക്തി സ്വരൂപിണിയാണ്. ക്രിയാശക്തി, ശരീരം കൊണ്ട് കർമ്മം ചെയ്യാനുള്ള ശക്തി നൽകുന്ന ശേഷിയായിട്ടിരിക്കുന്നതും ആ ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. അപ്പം ചലിപ്പിക്കുന്നത് പ്രകൃതിയാണ്. പക്ഷേ ഈ ശരീരത്തെ എടുത്തു വന്ന ആ ആത്മാവ് വിചാരിച്ചത് ശരീരമാണ് ചലിക്കുന്നത്, ശരീര മനസ്സ് ബുദ്ധി. പക്ഷെ ആത്മാവ് വിചാരിച്ചു ഞാനാണ് ചലിക്കണേന്ന്. ശരീര മനസ്സ് ബുദ്ധിയായിരിക്കുന്നത് ഞാനല്ല, ഞാൻ ആത്മാവാണ്. അതിൽ നിന്ന് വേറിട്ട് പോകുന്നതും അത് സ്വീകരിച്ചു വരുന്നതുമായ ആത്മാവ്. ആ ആത്മാവ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും ചലിച്ചപ്പോൾ ഞാൻ ഉണർന്നു, ഞാൻ എഴുന്നേറ്റു, ഞാൻ അത് ചെയ്യണം, ഇന്ന് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. ഈ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ആ ഞാൻ, ഈ ശരീരത്തിലിരുന്ന ആ ഞാനാണ് അത് പറയിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്. ഞാനത് ചെയ്തു. കാരണം ആ ആത്മാവ് ഞാനാണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ആ ആത്മാവ് തിരിച്ചറിയണില്ല. ഞാൻ ആത്മാവും ഈ ശരീരം എന്ന് പറയുന്നത് മായയിൽ നിന്നുണ്ടായതും ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് പ്രകൃതിയുടെ തന്നെ അദ്വൈത ഭാവമാകുന്ന ശക്തിയുമാണ്. പ്രകൃതിക്ക് രണ്ട് ഭാവമുണ്ടല്ലോ, ശക്തിയായിരിക്കുന്നതും മായയായി ത്രിഗുണാത്മകമായി സ്ഥൂല രൂപത്തിലിരിക്കുന്നതും, അല്ലേ? ഇപ്പൊ ഈ ഭൗതിക ശരീരം അത് മായയുടെ ത്രിഗുണാത്മകമായിട്ട് വരുന്ന ഭൗതിക ശരീരം, ത്രിഗുണങ്ങളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന ഭൗതിക ശരീരം. ഇനി ഇതിനെ, ഈ മനസ്സിനെയും ശരീരത്തിനെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്നത് പ്രകൃതി എന്ന ശക്തി. അങ്ങനെ ദ്വൈതവും അദ്വൈതവുമായ രണ്ടു ഭാവമാണ് പ്രകൃതിക്കുള്ളത്. അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ സ്ഥൂല ശരീരവും മനസ്സും ബുദ്ധിയും പ്രകൃതിയുടെ ശക്തിയെ തന്നെ, ആ ശക്തിയെ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ചലിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണോ, ഇത് ആരാണോ എടുത്തത്, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ ജീവാത്മാവ് എടുത്ത ഉദ്ദേശം വേറെയാണ്, സ്വയം അറിയാനാണ്. പക്ഷേ ഇത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനാ ചലിക്കണേന്ന് തെറ്റിദ്ധരിച്ചു. ഞാനാണ് ഈ രൂപം, ഞാൻ ഈ രൂപമാണ് ഞാൻ. അപ്പോൾ ചിന്തിക്കുന്നു, മനസ്സിൽ വരുന്ന ചിന്തകളെ ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ എപ്പോഴും പറയില്ലേ, ഞാൻ സങ്കടപ്പെടുന്നു, അയ്യോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, എനിക്ക് ഭയങ്കര നിരാശ തോന്നുന്നു, ഭയം തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം എനിക്കത് തോന്നുന്നു എന്ന്, മനസ്സിലാണ് യഥാർത്ഥത്തിൽ ആ ഭയവും വികാരങ്ങളും ഒക്കെ വരുന്നത്. അത് പക്ഷേ എനിക്കത് തോന്നുന്നു എന്ന് പറയുന്നത് ആത്മാവാണ്. ഞാനാണ് ആ വിഷമം അനുഭവിക്കുന്നത്, ഞാനാണ് ഭയക്കുന്നത്, ഞാനാണ് നിരാശയോടെ ഇരിക്കുന്നത്, ഞാനാണ് സന്തോഷിക്കുന്നത് എന്ന് ആ ഫീല് ആത്മാവിന് തോന്നുന്നു. ഇതൊക്കെ ഞാനാണ്, ഈ മനസ്സ് എൻ്റെ മനസ്സാണ്. അപ്പം മനസ്സ് ദുഃഖിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. ഈ ശരീരം ഞാനാണ്, അപ്പം ഈ ശരീരം നടക്കുമ്പോൾ ഞാൻ നടക്കുന്നു, ഞാൻ ഇപ്പം നടക്കുകയാണ് എന്ന് ആത്മാവിന് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായില്ലേ, ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്നാൽ സദാ ഒരേ ഒരു യഥാർത്ഥമായ ഉണ്മയാണ്. ഈ ശരീരത്തിൽ നിന്നും ഒക്കെ മായയിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള ഒരേ ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഒരു തെറ്റിദ്ധാരണയിൽ ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ആ ശരീരം കൊണ്ട് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും, മനസ്സുകൊണ്ട് ചെയ്യുന്ന സകല ചിന്തകൾക്കും, ബുദ്ധി കൊണ്ടെടുക്കുന്ന സകല തീരുമാനവും ഞാനാണ് ചെയ്യുന്നത് എന്ന് ആത്മാവ് തെറ്റിദ്ധരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രാരാബ്ധം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ആത്മാവ് ആ മരണം വരെ ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന്, സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണോ? അല്ല. ആത്മാവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആത്മാവ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു പൊട്ടക്കിണറ്റിലിരിക്കുന്ന ഒരു തവള, ആ തവള വിചാരിക്കുകയാണ് ഇതാണ് ലോകം. ഈ കിണറിൻ്റെ ഉള്ളിൽ തവള കാണുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ലോകം എന്ന് തവള വിചാരിച്ചാൽ എന്താ ചെയ്യുക? അത് യാഥാർത്ഥ്യമാണോ? അല്ല. എന്ന് ഈ തവള തിരിച്ചറിയണം.
ഇതല്ല യഥാർത്ഥ ലോകം, ഇതിൻ്റെ പുറത്തേക്ക് കടക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥ ലോകം എന്ന് തവളയ്ക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനിപ്പോൾ ഈ കെടുക്കുന്നത് യഥാർത്ഥ ലോകത്തിലല്ല, ഇതല്ല ലോകം എന്ന് തവള മനസ്സിലാക്കണം ആദ്യം. അത് മനസ്സിലാക്കിയിട്ട് അത് പുറത്തേക്ക് വരാൻ അത് ശ്രമിച്ചു പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് യഥാർത്ഥത്തിലുള്ള ലോകം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാത്തോടത്തോളം കാലം, ഇത് യഥാർത്ഥ ലോകമല്ല എന്ന് മനസ്സിലാക്കാത്തോടത്തോളം കാലം തവളയ്ക്ക് ശരിക്കുള്ള ലോകം കാണാൻ പറ്റുമോ? ഇല്ല. ആ കിണറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതാണ് ലോകം എന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ മിഥ്യാധാരണയിൽ അങ്ങനെ ജീവിക്കാനേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ മാതിരി ഈ ശരീരം എടുത്ത് ഈ ലോകത്ത് വന്നപ്പോൾ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളൊക്കെ ഇളക്കങ്ങൾ കണ്ടപ്പോൾ ആ ഇളക്കം ഞാനാണ് ഇളകുന്നത് എന്ന് ഒരു മിഥ്യാസങ്കല്പത്തിൽ പെട്ടുപോയി ഈ ആത്മാവ്. അപ്പം ആത്മാവിന് പല പല സത്തും അസത്തുമായിട്ടുള്ള യോനികളിൽ ഈ പ്രപഞ്ചത്തിൽ വന്നും പോയും ജനിച്ചും മരിച്ചും പ്രാരാബ്ദങ്ങൾക്ക് വിധേയമാക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്, ആ ഒരു തെറ്റിദ്ധാരണ. അപ്പോൾ എന്താണ് ഇനി അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ആത്മാവിന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിക്കാനുള്ള കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള വിചാരിക്കുകയാണ് ഇതാണ് ലോകം എന്ന് വിചാരിച്ചാൽ രക്ഷയുണ്ടോ? ഇല്ല. തവള സ്വയം തിരിച്ചറിയണം ഇതല്ല ലോകമെന്ന്, അപ്പോഴേ അതിന് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ മാതിരി ആത്മാവ് ശരീരത്തിൽ വന്ന് ഈ ഭൂമിയിൽ നമ്മളുടെയൊക്കെ രൂപത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ കാണുന്ന ലോകം, ഈ പ്രപഞ്ചം ഇത് യഥാർത്ഥമല്ല എന്ന് ആ ആത്മാവ് തിരിച്ചറിഞ്ഞാലേ ആത്മാവിന് ഈ പുറം ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാവുള്ളൂ, ആ ശക്തി കുറയുള്ളൂ. ഈ കാണുന്നതൊന്നും യഥാർത്ഥമല്ല, ഇതിൽ നിന്നൊന്നും എനിക്കൊരു പൂർണ്ണ സംതൃപ്തി സന്തോഷം കിട്ടില്ല. എന്തെങ്കിലും കിട്ടുമ്പോൾ അപ്പോൾ സന്തോഷിക്കും, അതിൻ്റെ കാഠിന്യം താല്പര്യം കുറയുമ്പോൾ അത് പോവും, പിന്നെ വേറെ എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ശാശ്വതമല്ല ഈ ഭൗതിക ലോകം എന്ന് ഞാൻ മനസ്സിലാക്കിയാലല്ലേ എനിക്ക് അറ്റാച്ച്മെൻറ്റ് കുറയുള്ളൂ. പുറമേയുള്ള അറ്റാച്ച്മെൻറ്റ് കുറയിലും അപ്പം ഞാൻ ആരാണെന്ന് അന്വേഷിക്കാനും എനിക്ക് പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഞാൻ എങ്ങനെ മാറി ചിന്തിക്കും? അതാണ് പറഞ്ഞത്, ഈ യഥാർത്ഥമല്ല ഈ ലോകം. പക്ഷേ ഈ ലോകത്ത് ഒരു ശരീരം എടുത്ത് ഒരു ആത്മാവ് വരുമ്പോൾ ആ ലോകത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ആ ആത്മാവിനെ ഈ ലോകം യഥാർത്ഥമല്ല എന്ന് മനസ്സിലാക്കി ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റും? പറ്റില്ല. അത് സാധ്യമല്ല. അത് സാധ്യമാവണമെങ്കിൽ ഈ ലോകം യഥാർത്ഥമല്ല എന്ന് ആത്മാവ് തിരിച്ചറിയണം. ഇത് യഥാർത്ഥമല്ല, ഇത് ശാശ്വതമല്ല, ഞാൻ ഇവിടെ ചലിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഈ മനസ്സും ശരീരവും ബുദ്ധിയും ചലിക്കുന്നത് ഞാനല്ല, അത് ചലിക്കുന്നത് അതൊരു ഭൗതിക വസ്തുവാണ്. അതിനെ ചലിപ്പിക്കുന്നത് പ്രകൃതി എന്ന ശക്തിയാണ്. അതിനെ സ്വീകരിച്ചു വന്ന ആളാണ് ഞാൻ. വന്ന ഉദ്ദേശം എനിക്ക് എന്നെ അറിയാന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ റൂട്ട് മാറി. ഇത് ചലിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇതാണെന്ന് അങ്ങോട്ട് ധരിച്ചു പോയിട്ട് പിന്നെ അതിലങ്ങോട്ട് പെട്ടുപോയി എന്ന് തിരിച്ചറിയാത്തോടത്തോളം കാലം ആത്മാവിന് മോചനമില്ല. ആത്മാവ് ഈ ഭൗതിക ചിന്തയിൽ ഇങ്ങനെ പോകും. ഇവിടെ എന്തൊക്കെ ചെയ്യാനുള്ളത്? കളിക്കണം. അപ്പോൾ ഒരു കുഞ്ഞായി വലുതായി വളർന്നു വരുമ്പോൾ ഓടിക്കളിക്കണം, ഭക്ഷണം കഴിക്കണം, അത് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പുറത്ത് പോകണം, അത് വേണം, ഇത് വേണം, ആഗ്രഹങ്ങൾ, അങ്ങനെ വളർന്നു സ്കൂളിൽ പോകുന്നു. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരുടെ ജീവിതത്തിലും. അവിടെ തിരിച്ചറിവ് വരുന്നില്ലല്ലോ. ഓരോരോ ആഗ്രഹങ്ങളും ഓരോന്ന് നേടുമ്പോൾ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വിഷമം, അങ്ങനെ വളർന്ന് വലുതായി ഈ ഞാൻ, എൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇതാണ് ഞാൻ. മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ ഞാൻ ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് തീരുമാനിക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കണേന്ന് പൊട്ടക്കിണറ്റിലിരിക്കുന്ന തവളയെ പോലെ. അത് മനസ്സിലാക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുക്തി വരിക? ഇനി അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സടക്കണം. മനസ്സിങ്ങനെ ഒരര സെക്കൻഡിൽ വരുന്ന തോട്ടുകളുണ്ടല്ലോ, ചിന്തകൾ, അതിലിങ്ങനെ പറന്ന് നടക്കണം. മനസ്സ് അടങ്ങണം, ശാന്താവണം. അത് പതുക്കെ മനസ്സ് അടങ്ങി വരണമെങ്കിൽ ഭൗതിക വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന മനസ്സ് അതിൽ നിന്നെടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ചേർത്ത് വെക്കണം. മനസ്സിലായ? അത് ആ വിഷയമാണ് ഭഗവാൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഭാവി, മക്കൾ, അങ്ങനെ കുടുംബങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ കുറച്ചു നേരത്തേക്കെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ട്
ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് വ്യാപൃതമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതൊക്കെ കേട്ട് അല്ലെങ്കിൽ അതിലിങ്ങനെ രസം പിടിച്ച് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ 1 മണിക്കൂർ 24 മണിക്കൂറിൽ 23 മണിക്കൂറും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, 1 മണിക്കൂർ ഇങ്ങനെയുള്ള കാര്യത്തിന് മാറ്റി വെച്ചപ്പോൾ ആ 1 മണിക്കൂർ നേരം മനസ്സടങ്ങിയില്ലേ, ഭൗതിക വിഷയങ്ങളിലേക്ക് പോവാതെ അടങ്ങിയില്ലേ. അത് പിന്നെ കുറച്ചുകൂടി കൂടുന്നു സമയം. അപ്പം ധ്യാനം പരിശീലിക്കാൻ തോന്നുന്നു, അപ്പോൾ 1 മണിക്കൂർ നേരം ധ്യാനത്തിനിരിക്കുന്നു, കുറേ നേരം സത്സംഗം കേൾക്കുന്നു, കുറേ നേരം നമ്മളുടേതായ ഭക്തിപൂർവ്വമുള്ള വിളക്ക് വെച്ച് നാമജപ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുവരെ നമ്മൾ 24 മണിക്കൂർ നമ്മുടെ ഉറങ്ങുന്ന ഒരു സമയത്ത് മാത്രം, ചിലർക്ക് ഉറക്കമില്ല, അപ്പോഴും ചിന്തകളാ, ടെൻഷനാ. എത്ര പേരാ ഇപ്പോൾ ഉറക്കമില്ലാതിരിക്കുന്നത്? അപ്പോൾ അപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഉറങ്ങാതെ. അപ്പോൾ അത്രയും സമയം പകലും ഒക്കെ ഇങ്ങനെ ഉണർന്ന് ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുമ്പോഴൊക്കെ പരമാവധി ചിന്തകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യ മനസ്സ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കും തോറും ഭക്തി വരാൻ തുടങ്ങി. സത്സംഗങ്ങൾ കുറേ നേരം കേൾക്കുമ്പോൾ അത്രയും നേരം ചിന്ത ഈശ്വരനോട് ചേർന്നിരുന്നു, മറ്റു വിഷയങ്ങളിലല്ല, നാളത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ധ്യാനം 1 മണിക്കൂർ ചെയ്യുമ്പോൾ അത്രയും നേരം മനസ്സ് ഈശ്വരനോട് ചേർന്നിരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത്രയും സമയത്തെ മനസ്സിൻ്റെ ചിന്തകൾ കുറഞ്ഞില്ലേ. അങ്ങനെ പതുക്കെ മനസ്സ് തണുക്കാൻ തുടങ്ങും. തണുക്കാന്ന് വെച്ചാൽ ചിന്തകളുടെ അളവ്, അത്രയും സെക്കൻഡിൽ വരുന്ന ചിന്തകൾ കുറഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഞാൻ ധ്യാനത്തിലിരുന്ന് കാണുന്ന എന്നിലിരിക്കുന്ന ആ ഈശ്വരൻ തന്നെയല്ലേ സകലത്തിലിരിക്കുന്നത്. പുഴുവായും പൂമ്പാറ്റയായും പൂവായും കായായും മത്സ്യമായും പക്ഷികളായും മനുഷ്യരായും സർവ്വചരാചരങ്ങളിലും അതേ ഈശ്വരനെ കാണാൻ തുടങ്ങും. അപ്പം ആരോടും ദേഷ്യമില്ല, കാരണം ഞാനും എല്ലാത്തിലും ഇരിക്കുന്നത് ആ ഈശ്വരാംശം. അപ്പം ആരോടും ദേഷ്യമില്ല, ആരോടും പ്രത്യേകമായ ഓവർ അറ്റാച്ച്മെൻറ്റ് മമത അതുമില്ല. മനസ്സിലായോ? സ്നേഹവും അടങ്ങി വെറുപ്പും അടങ്ങി, അങ്ങനെ മനസ്സങ്ങോട്ട് തണുക്കും. അതോടൊപ്പം പ്രത്യേകം പറയുന്നു, ഇത് മാത്രം പോരാ, ഞാനെന്ന ആത്മാവ് ഈ ശരീരം എടുത്ത് വന്നാൽ ഇത് എവിടെ എടുത്തു? ആ എടുക്കാൻ കാരണമായ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, ബന്ധങ്ങൾ, മക്കള്, സഹോദരങ്ങൾ, എവിടെയാണോ ഞാൻ ആ ശരീരത്തിലിരുന്ന് സ്ഥിതി ചെയ്യുന്നത്, ഞാനെന്ന ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ആ ശരീരത്തിലിരുന്ന്, ആ സാഹചര്യവുമായി ചേർന്ന് നമുക്കുള്ള കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടി അത് ചെയ്യണം. അത് ഉപേക്ഷിച്ച് ഞാൻ ആത്മാവാന്നും പറഞ്ഞിങ്ങനെ അലഞ്ഞു നടക്കുന്നവൻ ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടില്ല. ആത്മാവ് ആ ശരീരം എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരവും മനസ്സും ബുദ്ധിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടി എന്താണോ അത് തീർച്ചയായിട്ടും പ്രവർത്തിക്കണം, ആ കർമ്മം ചെയ്യണം. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ എന്താ പഠിച്ചത്? ഭഗവാനിൽ സമർപ്പിച്ചു കർമ്മം ചെയ്യൂ. അർജുനന് പറഞ്ഞു കൊടുത്തില്ലേ, നീയെല്ലാം ഈശ്വരനാണ് ആ കർമ്മം ചെയ്യുന്നത്, ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെയാണ് വ്യക്തമാകുന്നത്. അതായത് ആത്മാവല്ല കർമ്മം ചെയ്യുന്നത്, പ്രകൃതി എന്ന ശക്തിയാണ് ചലിപ്പിക്കുന്നത്. അപ്പം നമ്മൾ സമർപ്പിക്കേണ്ടത് ആർക്കാ? പ്രകൃതി എന്ന ശക്തിയിലേക്ക്. കാരണം കർമ്മം ചെയ്യാനുള്ള ശക്തി പ്രകൃതിയാണ് തരുന്നത്. ആത്മാവ് ഇതൊന്നും ചെയ്യലില്ല, മാറി നിൽക്കുകയാണ്. പക്ഷെ പ്രകൃതി എന്ന ശക്തി നൽകുന്ന ശക്തി കൊണ്ട്, ഊർജം കൊണ്ടാണ് ശരീരവും മനസ്സും ബുദ്ധിയും ചലിച്ച് നമുക്ക് നമ്മുടെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പം ഇത് സമർപ്പിക്കേണ്ടത് ആർക്ക്? ആ ചലനം ഉണ്ടാക്കുന്ന ആ ശക്തി പ്രകൃതി എന്ന ശക്തിക്ക്, ആ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട്, അപ്പോൾ ആ സ്ഥൂല രൂപ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ശക്തിയുടെ സഹായത്തോടു കൂടി സ്വധർമ്മം പൂർത്തിയാക്കുന്നു. ഇതാണ് എൻ്റെ കർമ്മം. എൻ്റെ മക്കൾ, ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, എന്തൊക്കെ ജോലി, ഓഫീസിലെ ജോലി എന്താണെങ്കിൽ ഈ കർമ്മം ഞാൻ പൂർത്തിയാക്കുന്നു. ഈ ശരീരത്തിലിരുന്ന് പ്രകൃതി എന്ന ശക്തിയാണ് ചലിക്കാൻ നൽകുന്നത്. അപ്പോൾ ആ പ്രകൃതി എന്ന ശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട്, പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മത്തെ ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന ഭാവത്തിൽ, അല്ലാതെ ആത്മാവല്ല ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായില്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം? ആത്മാവ് അല്ല ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണം. നേരത്തെ എന്താ പറഞ്ഞത്? ആത്മാവ് ഞാനാ ചെയ്യണേന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അർജുനൻ അന്ന് ദുഃഖിച്ചത്, യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തിരുത്തണമെങ്കിൽ, ആ ആത്മാവ് ബന്ധനത്തിൽ നിന്നും പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമാവണമെങ്കിൽ ആത്മാവ് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ മനസ്സടങ്ങണം. ചലനമില്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സ് വന്ന് ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തി
അതിന് യമനിയമാദി ആ അഷ്ടാംഗയോഗം ഉണ്ടല്ലോ, ധ്യാനം പരിശീലിക്കണം ദൃഢവിശ്വാസത്തോടു കൂടി. അതുപോലെ ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. ഭഗവത് കഥ നിരന്തരമായി സത്സംഗ രൂപത്തിൽ ഭഗവത് കഥകൾ ശ്രവിക്കണം. അങ്ങനെ സർവചരാചരങ്ങളിലും ആ ഈശ്വരാംശത്തെ കണ്ട്, അതുമാത്രമല്ല യാദൃശികമായിട്ട് ഈശ്വര നിശ്ചയം എന്നോണം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കണം. പിന്നെ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കണം. പരമാവധി തിക്ക് തിരക്ക് ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി ശാന്തതയിൽ മനസ്സ് ശാന്തമാക്കി കരുണാർദ്രമാക്കി മൈത്രഭാവത്തിൽ മനസ്സിനെ വെച്ചുകൊണ്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് മനസ്സിനെ അടക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് മനസ്സ് അടങ്ങുകയുള്ളൂ. അങ്ങനെ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഈ ബന്ധങ്ങളിൽ നിന്നും എല്ലാ ബന്ധങ്ങളും ഉണ്ടാകാൻ കാരണമായ ശരീരം ഉണ്ടല്ലോ, ഞാൻ ഈ ശരീരമാണ് എന്ന ചിന്തയെ മാറ്റിയിട്ട് പുരുഷനാര്, ജീവാത്മാവ്, പ്രകൃതി ആര്, പ്രകൃതി എന്ന ശക്തി, അത് തിരിച്ചറിഞ്ഞ് അതിനെ രണ്ടും വേറിട്ട് തിരിച്ചറിയുന്ന ജ്ഞാനം നേടുന്നു. അങ്ങനെ ജ്ഞാനം നേടുമ്പോഴാണ് നമ്മൾ 10ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ, ഇതൊക്കെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾക്കൊക്കെ ഇതിനെയൊക്കെ അനുഭവിക്കുന്നത് ഞാനാണെന്ന് ആത്മാവ് വിചാരിക്കണ്ടല്ലോ. അതിനെയൊക്കെ മറികടന്നിട്ട് ഈ കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്നത് പോലെ മനസ്സാകുന്ന കണ്ണുകൊണ്ട് ഈ ശരീരത്തെ സ്വീകരിച്ച ഞാനാകുന്ന ആത്മാവിനെ കണ്ടുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ശ്രമിക്കുക. അതിനുവേണ്ടി ആത്മാവിനെ സാക്ഷാത്കരിക്കുക. ആത്മാവ് യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക. അതാണ് ആത്മസാക്ഷാത്കാരം, മോക്ഷം, മുക്തി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ 11ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? മുക്തലിംഗം, ശരീരത്തിൽ നിന്നും വേറിട്ട് എന്നാൽ അസത്തായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സത്തായി പ്രകാശിക്കുന്ന ആ ആത്മാവായിട്ട് പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ആത്മാവ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. മനസ്സിലായ? അപ്പം എല്ലാത്തിനെയും ആത്മസാക്ഷാത്കാരം, ആത്മാവിനെ സ്വയം ഞാൻ ആരാണെന്നറിഞ്ഞ് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സ്ഥൂല ശരീര മനോബുദ്ധിയിലിരിക്കുന്ന മനസ്സ് അടങ്ങണം. ആ മനസ്സാണ് ചലനം ആദ്യം ഉണ്ടാക്കുന്നത്. ആ മനസ്സിൻ്റെ ചലനത്തിൽ ബുദ്ധി ചലിക്കുന്നു, ശരീരം ചലിക്കുകയാണ്. അപ്പം മനസ്സ് ചലിക്കാതിരിക്കണം. മനസ്സിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ ചിന്തകൾ, ആദികൾ, അനാവശ്യമായ ഇന്നലത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഇങ്ങനെ മനസ്സിലുണ്ടാകുന്ന അലട്ടൽ ചിന്തകൾ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അല്ലെങ്കിൽ നേടിയതിനെ കുറിച്ച് കുറ്റബോധങ്ങൾ എല്ലാം കൊണ്ടും മനസ്സിങ്ങനെ കലുഷിതമാക്കി വെക്കാതെ അത്രയും സമയം, എത്ര സമയം കിട്ടുന്നു അത്രയും സമയം ഈശ്വര സത്സംഗങ്ങൾ, ഈശ്വര നാമജപത്തിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരമെങ്കിലും ധ്യാനത്തിൽ അങ്ങനെ ഇരുന്ന് മനസ്സിനെ അടക്കി ചലനമില്ലാത്ത അവസ്ഥയിൽ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ, മനസ്സടങ്ങുമ്പോൾ ബുദ്ധി അടങ്ങുന്നു, ശരീരത്തിൻ്റെ വെപ്രാളങ്ങളൊക്കെ നമ്മുടെ പരാക്രമങ്ങളൊക്കെ കുറയുന്നു. അവിടെ കുറഞ്ഞു വരുമ്പോൾ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചലിക്കുന്നു എന്ന് ആത്മാവിന് തോന്നിയത്. മനസ്സിൻ്റെ ചലനം ഇല്ലാണ്ടായി വരുമ്പോൾ ആത്മാവിന് ചലനമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആത്മാവിന് ഞാനിവിടെ ഇല്ലേ എന്ന് തോന്നും. അതാണ് ഇനി നമ്മൾ 12ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ കാണാൻ പോകുന്നത്. 12 യഥാ ജലസ്ഥഃ ആഭാസഃ സ്ഥലസ്ഥേന അവദൃശ്യതേ സ്വഭാസേന തഥാ സൂര്യഃ ജലസ്ഥേന ദിവി സ്ഥിതഃ. ഒരു ഉദാഹരണം പറയാണ്. മുഴുവൻ പ്രപഞ്ചത്തിലും വ്യാപിച്ചു നിൽക്കുന്ന ആ പരമാത്മാവ് ശരീരത്തിൽ ജീവാത്മരൂപത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ആകാശത്ത് നിൽക്കുന്ന സൂര്യൻ്റെ പ്രതിബിംബം ജലത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. ഒരു വീടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ചുമരിലൊക്കെ വെളിച്ചമായിട്ട് നമുക്ക് കാണാം. പുറത്തേക്ക് നോക്കുമ്പോൾ സസ്യങ്ങളിലും ചെടികളിലും എല്ലായിടത്തും വെളിച്ചമായിട്ട് നമുക്ക് കാണാം, സൂര്യപ്രകാശമായിട്ട് നമുക്ക് കാണാം. ജലത്തിലേക്ക് നോക്കുമ്പോൾ പ്രതിബിംബമായിട്ടും ആ സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞത്. യഥാ, എപ്രകാരമാണോ ജലസ്ഥഃ ആഭാസഃ, ജലത്തിൽ ഒരു പ്രതിബിംബമായിട്ടും, സ്ഥലസ്ഥേന, വീടിൻ്റെ ഉള്ളിലെ ചുമരിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലസ്ഥേന എന്ന് വെച്ചാൽ ചുമരിലെ ഒരു മുറിയിലെ ചുമരിൽ പ്രകാശമായിട്ടും അവദൃശ്യതേ, നമുക്ക് ദൃശ്യമാവുന്നത്, സ്വഭാസേന തഥാ സൂര്യ, ആ സൂര്യൻ്റെ പ്രകാശമാണ് ഒരു വീടിൻ്റെ ഉള്ളിലെ ചുമരുകളിൽ പ്രകാശമായി പ്രതിഫലിക്കുന്നതും ജലത്തിൽ പ്രതിബിംബമായിട്ട് കാണുന്നതും ആ സൂര്യനെയാണ്. ഒരേ സൂര്യനേ ഉള്ളൂ. വീടിനുള്ളിൽ വേറെ സൂര്യനും ജലത്തിൽ വേറെ സൂര്യനല്ല. ആകാശത്ത്, അതാണ് ദിവിസ്ഥിതഃ, ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു സൂര്യനെയാണ് ജലസ്ഥേനഃ, ജലത്തിൽ പ്രതിബിംബം
പ്രതിബിംബമായി കാണുന്നത്, മുറിക്കുള്ളിൽ ചുമരിൽ പ്രകാശമായും ചുറ്റും പ്രപഞ്ചത്തിൽ പ്രകാശമായും നമ്മൾ കാണുന്നത് ഒരേ ഒരു സൂര്യനെയാണ്. ആ സൂര്യപ്രകാശമായും പ്രതിബിംബമായും നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ എന്താ പറയുക, ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർത്തിയാണെങ്കിൽ 13 കൂടി കേൾക്കൂ. അതുപോലെ ഏവം ത്രിവൃത് അഹങ്കാരഃ ഭൂതേന്ദ്രിയ മനോമയൈഃ സ്വഭാസ്യ ലക്ഷിത അനേന സദാഭാസേന സത്യദൃക്. ഏവം ഇപ്രകാരമാണെന്ന്. ഒരേ ഒരു സൂര്യൻ ജലത്തിലും പ്രതിബിംബിക്കുന്നു, ചുമരിലും സൂര്യപ്രകാശമായി വെളിച്ചമായി പ്രതിബിംബിക്കുന്നു. ഇതേപോലെ ഏവം ഇപ്രകാരം ത്രിവൃത് അഹങ്കാരം, 3 വിധത്തിലുള്ള അഹങ്കാരം ഉണ്ടല്ലോ. അഹങ്കാര തത്വം സാത്വികം, രാജസികം, താമസികം. ഈ 3 അഹങ്കാരത്തിലും ഭൂതം പഞ്ചഭൂതങ്ങളിലും ഇന്ദ്രിയം പഞ്ചേന്ദ്രിയ അതിൻ്റെ വിഷയങ്ങളിലും മനോമയി മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയവയിലൊക്കെ സ്വഭാസേ പ്രതിഫലിക്കുന്നു. ലക്ഷിത അനേന, ലക്ഷിതാനെന്ന് വെച്ചാൽ പ്രകാശമായിട്ട് പ്രതിഫലിക്കുന്നു. അനേന അതേ ആ ജീവാത്മാവ് സദാഭാസേന, സദാഭാസേന എന്ന് വെച്ചാൽ ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമായിട്ട് എല്ലാത്തിലും, അഹങ്കാര തത്വത്തിലെ 3 വിധ അഹങ്കാരത്തിലും പഞ്ചഭൂതങ്ങളിലും പഞ്ചേന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധി അഹങ്കാരത്തിലും ഒക്കെ എല്ലാത്തിലും പ്രതിഫലിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ജീവനായിട്ട് നിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ഒരേ ഒരു ജീവാത്മാവ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ്റെ പ്രതിബിംബമാണ് ജലത്തിലും വീടിനുള്ളിലും പുറത്തൊക്കെ കാണുന്ന സൂര്യപ്രകാശമായി കാണുന്ന ഒരേ ഒരു സൂര്യനെയല്ലേ നമ്മൾ ചുറ്റും പ്രകാശമായി കാണുന്നത്. അതേപോലെ ഒരേ ഒരു പരമാത്മാവിനെയാണ്, പരമാത്മാവ് തന്നെയാണ് ആ തുടക്കം മുതൽ, മായയുടെ തുടക്കം മുതൽ അഹങ്കാരതത്വം, അതിലെ 3 അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാത്തിലും പ്രതിഫലിച്ച് കാണുന്നത് ഒരേ ഒരു പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ജീവാത്മാവ് തന്നെ എന്ന് സത്യദൃക്, സ്വയം സാക്ഷാത്കരിച്ചൊരാത്മാവ്. ആത്മാവ് സ്വയം അറിയുമ്പോൾ ഞാൻ തന്നെ, ആ പരമാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് എല്ലാത്തിലും പ്രതിഫലിക്കുന്നത് എന്ന് സ്വയം സാക്ഷാത്കരിക്കപ്പെട്ട ഒരാത്മാവ് അറിയുന്നു. മനസ്സിലായ? അപ്പം അതിനൊരു ഉദാഹരണമാണ് ആ 12ഉം 13ഉം ശ്ലോകങ്ങളിൽ ഒരുമിച്ച് പറഞ്ഞത്. ആകാശത്ത് നിൽക്കുന്ന ഒരേ ഒരു സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ചുമരിലും ജലത്തിലും സർവ്വചരാചരങ്ങളിലും നമ്മൾ പ്രകാശിച്ച് കാണുന്നത് അല്ലേ. അതേപോലെ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് എല്ലാ തത്വങ്ങളിലും സർവ്വചരാചരങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും ഒക്കെ ജീവാത്മരൂപത്തിൽ അതിനെയൊക്കെ പ്രതിഫലിപ്പിച്ച് ആ ജീവനായിട്ട് എല്ലാത്തിലും നിൽക്കുന്നത്, ജീവാത്മരൂപത്തിൽ പ്രതിബിംബിച്ച് നിൽക്കുന്നത് ഒരേ ഒരു പരമാത്മാവ് തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞ മനസ്സിങ്ങനെ അടങ്ങി വന്ന് ആത്മാവാണ് ഞാനെന്നുള്ള ആത്മാവ് സ്വയം തിരിച്ചറിഞ്ഞ ആ ഒരു ആത്മദൃക് എന്ന് വെച്ചാൽ സ്വയം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു ആത്മാവ്, ഞാൻ പരമാത്മാവ് തന്നെ എന്ന് തിരിച്ചറിയുന്നു. ഇപ്പൊ സൂര്യന്റെ പ്രകാശം നമ്മൾ പറഞ്ഞില്ലേ, ജലത്തിൽ കാണുന്ന ആ പ്രതിബിംബം വിചാരിക്കുകയാണ് ഞാൻ വേറെയാണ്, സൂര്യൻ വേറെയാണെന്ന് വിചാരിച്ചാൽ ശരിയാവോ? അത് യാഥാർത്ഥ്യമല്ല. യഥാർത്ഥത്തിൽ അതാണ്. നമ്മളിപ്പോൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ആ കണ്ണാടിയിൽ നിൽക്കുന്ന പ്രതിബിംബം വിചാരിക്കുകയാണ് ഞാൻ വേറെയാണെന്ന്. എന്നിട്ട് കണ്ണാടി അനങ്ങുമ്പോൾ ആ പ്രതിബിംബം അനങ്ങുന്നു. അപ്പോൾ ആ പ്രതിബിംബം വിചാരിക്കുകയാണ് ഞാൻ അനങ്ങുന്നു. അത് ശരിയാണോ? അല്ല. പുറത്ത് നമ്മളാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ പ്രതിബിംബമാണ് അത്. നമ്മൾ അനങ്ങുന്നില്ല. ആ യാഥാർത്ഥ്യം, ആ പ്രതിബിംബം തിരിച്ചറിയണ്ടേ? അതാണ് പറയുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് അടങ്ങണം. അതടങ്ങാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഞാൻ അത് ചെയ്യുന്നു, ഞാനിത്, ഞാൻ ഇന്നലെ ഉറങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ആ സുഷുപ്തിയിൽ ഗാഠനിദ്ര, നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, എല്ലാ പണികളും പകലെടുക്കുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഈ ഞാൻ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഞാനാണ് അത് ചെയ്യുന്നത് എന്ന് ഉള്ളിലിരുന്ന് പറയുകയാണ് ആത്മാവ്. മനസ്സിലായോ? അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ഉറങ്ങണ സമയത്ത് നല്ല ഗാഠനിദ്രയിൽ പോകുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല. ആ ഗാഠനിദ്രയിലേക്ക് പോകുന്ന നിമിഷം തൊട്ട് ഉണരുന്ന നിമിഷം വരെ ഇടയ്ക്ക് എന്താ ഉണ്ടായെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ പറയണു നല്ല സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അപ്പോൾ ആ സുഖമായിട്ട് ഉറങ്ങിയ ഉറക്കത്തെ അനുഭവിച്ച ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ. ആ ആൾ അനുഭവിച്ചു ആ സുഖമായ ഉറക്കത്തെ. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്നതല്ലല്ലോ. ആ ആത്മാവാണ് ആ ശരീരവും മനസ്സും ബുദ്ധിയും സുഖമായി ഉറങ്ങുന്ന ആ അവസ്ഥയെ അനുഭവിച്ചത്. അതാ ആത്മാവിൻ്റെ വാക്കുകളാണ് നമ്മൾ ഈ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നത് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ സുഖമായി ഉറങ്ങിയെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു
അത് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അതാണ് ജീവാത്മാവ്, അതാണ് യഥാർത്ഥ സത്യം. അപ്പം ആത്മാവ് അത് അറിയുന്നു. പക്ഷേ ഈ ഉറങ്ങിയത് ഞാനാണെന്നാണ് ആത്മാവ് അവിടെ വിചാരിക്കുന്നത്. ഞാനല്ല, ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കാതെ കിടക്കുകയായിരുന്നു അവിടെ. അത് ഞാനല്ല എന്ന് ആത്മാവിന് തിരിച്ചറിയാൻ പറ്റണില്ല. ഞാനാണ് ഉറങ്ങിയത്, ഈ ശരീരം ഞാനാണെന്നല്ലേ തെറ്റിദ്ധരിച്ചിരിക്കണേ. അപ്പം ഞാൻ ഉറങ്ങി എന്നാണ് ആത്മാവ് കരുതിയത്. അതാണ് സംഭവിച്ചത്. ഇനി 14 ശ്ലോകം. ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ മനോബുദ്ധി ആദിഷു ഇഹ നിദ്രയ ലീനേഷു അസ്തി യഹ തത്ര വിനിദ്രഹ നിരഹം ക്രിയഃ. ഭൂത പഞ്ചഭൂതങ്ങൾ, സൂക്ഷ്മം തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ ഉണ്ടല്ലോ, വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആദിഷു മുതലായവ. എന്നിട്ട് അതിനൊരു ഇപ്പം ഈ പറഞ്ഞ സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മുതലായവ ഇഹ ഇവിടെ നിദ്രയ നല്ല ഉറക്കത്തിലായിരിക്കുകയാണെങ്കിൽ, അത് നമ്മൾ മനസ്സിലാക്കാനാണ് കേട്ടോ. പഞ്ചഭൂതങ്ങൾ, വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, എല്ലാ ഇന്ദ്രിയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങളും, മനസ്സ്, ബുദ്ധിയും ഒക്കെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. കണ്ണ് തുറന്നാലല്ലേ അതിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ, തന്മാത്രകൾ, രൂപമൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നുള്ളൂ. ഒന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ നല്ല ഉറക്കത്തിൽ, ആദിഷു എന്ന് വെച്ചാൽ ഇവയെല്ലാം ഇഹ ഇവിടെ നിദ്രയ നല്ല സുഖമായ ഗാഠനിദ്രയിലാണെന്ന് വിചാരിക്കുക. ആ അവസ്ഥേനെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അങ്ങനെ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ സത്യത്തിൽ ചലനം ഉണ്ടോ? ഗാഠനിദ്രയിലിരിക്കുമ്പോൾ ശരീരം ചലിക്കുമോ? ഇല്ല. മനസ്സിന് ചലനമുണ്ടോ? ഇല്ല. മനസ്സിന് ചലനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ ഉറക്ക സമയത്ത് നമ്മളൊക്കെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റാത്തത്. മനസ്സ് ചലിക്കുന്നില്ല, ബുദ്ധിയും ചലിക്കുന്നില്ല, ഒരു ചലനവും ഇല്ലാത്തൊരവസ്ഥ, സുഷുപ്തി അവസ്ഥ. ആ ഗാഠനിദ്രയിൽ യഹ ആ ജീവാത്മാവ് ലീനേഷു അസ്തി ഞാനിവിടെ ഇല്ലേ എന്ന ഒരവസ്ഥയിലേക്ക് ലയിക്കുന്നു. ലീനേഷു എന്ന് വെച്ചാൽ ലയിക്കുക, അസ്ഥി എന്ന് വെച്ചാൽ ഞാനില്ലാതായി എന്നൊരവസ്ഥയിലേക്ക് ലയിക്കുന്നു. ജീവാത്മാവിന് ഞാൻ ഉണ്ട് എന്നൊരു അഹങ്കാരം, ഞാൻ എന്നൊരു അഹങ്കാരം തോന്നുന്നത് ഈ ചലനം വരുമ്പോഴാണല്ലോ. ഒരു കുഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പ്രസവിച്ച് വീഴുമ്പോൾ കരച്ചിലൊരു ചലനല്ലേ, അപ്പോഴാണ് ഞാൻ എന്നുള്ള തോന്നലോട് കൂടിയിട്ടാണ് ആ കരയുന്നത്. അപ്പോൾ ഈ സുഷുപ്തിയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ, ഗാഠനിദ്രയിലിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റണില്ല. നമ്മൾ ആ ഉറക്കം ഒരു 3 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ ആ 3 മണിക്കൂർ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾക്ക് മുന്നിൽ ബ്ലാങ്കാണ്, അറിയേയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആത്മാവ് ഇല്ലാണ്ടാവുകയാണെന്ന്. ചലനമില്ല, ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒന്നും ചലനമില്ലാണ്ടായപ്പോൾ ആത്മാവ് ഇല്ലാത്ത ഒരവസ്ഥ, ലീനേഷു അസ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ലയിക്കുന്നു. എന്നാൽ വിനിദ്രഹ യഥാർത്ഥത്തിൽ നിദ്രയില്ലാത്ത, നിരഹം ക്രിയ അഹങ്കാരവും കർമ്മവും ഒന്നുമില്ലാതെ ഉണർന്നിരിക്കുന്ന ആത്മാവാണ് ഞാനിവിടെ ഇല്ലാണ്ടായോ എന്ന് തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ ഉണർന്നിരിക്കുന്ന, എപ്പോഴും ഉണർന്നിരിക്കുന്ന ആ ജീവൻ ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. അതിന് നിദ്രയില്ല, അഹങ്കാരമില്ല, കർമ്മമില്ല, കർത്തൃത്വബോധമില്ല, വികാര വിചാരങ്ങളൊന്നും ഇല്ലാത്ത ആ ആത്മാവ് ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചലിക്കുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഗാഠനിദ്രയിൽ ലയിച്ചിരിക്കുമ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കാതെ നിശ്ചലമായിട്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് ഞാനിവിടെ ഇല്ലാതായി എന്നൊരവസ്ഥയിലേക്ക് ലയിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ആത്മാവ് അവിടെ ഉണ്ട്, ഏത് രൂപത്തിൽ? ജീവനായിട്ട് ആ ജീവാത്മ ചൈതന്യം ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇല്ല എന്ന്, കാരണം അനക്കമില്ലാത്തത് കൊണ്ട്, നിദ്രയിലായതുകൊണ്ട് നിദ്രയും ഇല്ല, അതുപോലെ കർമ്മവും ഇല്ല, ഒന്നുമില്ലാത്ത ആത്മാവ് ഇപ്പോൾ ഇവിടെ ശരീരം അനങ്ങാത്തത് കൊണ്ട് ഞാനില്ല എന്ന് തെറ്റിദ്ധരിച്ചു. ഇനിയും ശ്ലോകം പൂർണ്ണമായിട്ടില്ല, അടുത്ത 15ഉം 16ഉം ഒരുമിച്ച് കേൾക്കുക, അപ്പോഴാണ് അത് അർത്ഥം മനസ്സിലാവുക. അങ്ങനെ മന്യമാനഹ അങ്ങനെ ചിന്തിച്ചു എന്ന്, തഥാ ആത്മാനം ആ ജീവാത്മാവ് ഞാനിവിടെ ഇല്ലേ, ചലനമില്ലാണ്ടായപ്പോൾ ഞാനില്ല എന്ന് തോന്നി എന്ന് ചിന്തിച്ചപ്പോൾ അനഷ്ടഹ, ആ നഷ്ടഹ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ലാതായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ലാത്തതും, എന്നാൽ നഷ്ടവാൻ മൃഷഹ ഞാൻ ഇല്ലാണ്ടായി എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആ ജീവാത്മാവ്. യഥാർത്ഥത്തിൽ ആ ശരീരത്തിൽ ഉറങ്ങുമ്പോൾ, നമ്മൾ സുഷുപ്തിയിൽ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ട് ഇല്ലേ, ജീവനില്ലാണ്ടായിട്ടില്ല, ജീവനുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇല്ലാണ്ടായി, നഷ്ടപ്പെട്ടു എന്ന് മൃഷ തെറ്റിദ്ധരിച്ച ആ ജീവാത്മാവ് നഷ്ട അഹങ്കാരേണ
അതോടുകൂടി ജീവാത്മാവിന് അഹങ്കാരം പോയി, മിഥ്യാഹങ്കാരം നഷ്ടപ്പെട്ടു. അതായത് ചലിക്കുമ്പോഴാണ് ഞാൻ തോന്നുന്നേരുന്നത്. ചലനമില്ലാണ്ടായപ്പോൾ ആ ഞാൻ എന്ന മിഥ്യാഹങ്കാരമില്ലാതെ ദ്രഷ്ട ആ ജീവാത്മാവ് നഷ്ടവിത്ത എന്ന് വെച്ചാൽ എന്താർത്ഥം? പണമൊക്കെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുവനെ പോലെ അവനെ പോലെ ആതുര ദുഃഖിതനായി എന്ന്. നമ്മുടെ സുഷുപ്തിയിലത്തെ സംഭവമാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മൾ രാത്രിയിൽ ഗാഢനിദ്ര, പകുതി ഉറക്കമല്ല, ഗാഢനിദ്രയിൽ കിടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണില്ല. അപ്പം നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ഒന്നും അനങ്ങാതിരിക്കുന്ന സമയത്ത് ചലനമില്ലാണ്ടായപ്പോൾ ആത്മാവിന് ഞാനിവിടെ ഇല്ലേ, ഞാൻ ഇല്ലാണ്ടായി എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഉണ്ട്, ആ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട് ആത്മാവ്, പക്ഷെ ഞാനിവിടെ ഇല്ല എന്ന് ആത്മാവിന് തോന്നി. അങ്ങനെ തോന്നിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടും ഇല്ലാണ്ടായി എന്നൊരു തെറ്റിദ്ധാരണ ആത്മാവിന് തോന്നിയപ്പോൾ ആ ആത്മാവ് എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നുമില്ല, ഞാനൊന്നും ഇല്ലാത്തവനായി, എനിക്കൊരു ഞാനേ ഇല്ല, ഞാൻ ഇവിടെ ഇല്ലാതായി എന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ പണം നഷ്ടപ്പെട്ട ഒരുവൻ ചിന്തിക്കില്ലേ, അതായത് ഇഷ്ടം പോലെ കാശുണ്ടാക്കിയ ഒരാൾ കുറേ പൈസ ഉണ്ടാക്കി, ആ പണത്തുമ്മലായിരുന്നു അവൻ്റെ അഭിമാനവും അവൻ്റെ എല്ലാം ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഒരു നാൾ അവനത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ എന്താ ചിന്തിക്കുക? ഞാൻ ഇല്ലാണ്ടായി എന്ന്. അങ്ങനെയല്ലേ ചിന്തിക്കുക? അവൻ്റെ ഈഗോ, അവൻ്റെ പ്രതാപം, അവൻ്റെ അഭിമാനം, അവൻ്റെ എല്ലാം അവന് നഷ്ടപ്പെട്ടു പോകും. അതോടുകൂടി ഞാൻ ഇല്ലാണ്ടായി. ആ പണം നഷ്ടപ്പെടുന്നതോടുകൂടി പണത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, പണത്തിൻ്റെ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചവൻ, പണത്തിൻ്റെ സ്വാധീനത്തിലിരിക്കുന്നവൻ പണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ ഒന്നും അല്ലാണ്ടായി എന്നൊരു തോന്നൽ വരില്ലേ? അതേപോലെ പ്രകൃതിയുടെ ചലനം കൊണ്ട് ചലിച്ച് ഞാനാണ് അഹങ്കരിച്ചിരുന്നിരുന്ന ആത്മാവ് ഗാഢനിദ്രയിൽ ആ ശരീരവും മനസ്സും ബുദ്ധിയും ഉറങ്ങിയപ്പോൾ ചലനമില്ലാത്ത അവസ്ഥയിൽ ഈ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ ചലിക്കുന്നില്ലല്ലോ, എനിക്കൊന്നും ഇല്ലാണ്ടായി, ഞാൻ തന്നെ ഇല്ലാണ്ടായി എന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിതനായി. ഏവം 16-ാമത്തെ ശ്ലോകം. ഏവം ഇപ്രകാരം പ്രത്യവമൃശ്യ, ഇപ്രകാരം ഞാൻ തന്നെ ഇവിടെ ഇല്ലാതായിരിക്കുന്നു, ഞാൻ ഇല്ലാതായിരിക്കുന്നു എന്ന് പ്രത്യവമൃശ്യ എന്ന് വെച്ചാൽ ബോധ്യപ്പെട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അസൗ ആത്മാനം, ആ ജീവാത്മാവ് പ്രതിപത്യതേ, ആ ജീവാത്മാവിന് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായിന്ന്. പ്രതിപത്യത എന്ന് വെച്ചാൽ ബോധ്യപ്പെട്ടു. എന്താ മനസ്സിലായത്? സ അഹങ്കാരസ്യ ദ്രവ്യസ്യ, എല്ലാ അഹങ്കാര തത്വങ്ങളോടും പഞ്ചഭൂതങ്ങളോടും പഞ്ചതന്മാത്രകളോടും ഇന്ദ്രിയങ്ങളിലും എല്ലാത്തിലും പദാർത്ഥ രൂപത്തിൽ കൂടിച്ചേർന്നിരിക്കുന്ന യഹ, ആരാണോ അങ്ങനെ ഇരിക്കുന്നത് എല്ലാത്തിലും, ആ പരമാത്മാവ്, അത് അവസ്ഥാനം, എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമായ ആ പരമാത്മാവിനെ അനുഗ്രഹിക്കുക. അനുഗ്രഹ എന്ന് വെച്ചാൽ ആ പരമാത്മാവിലേക്ക് ഈ ജീവാത്മാവ് തൽക്കാലത്തേക്ക് ഒന്നു ചേരുന്നു എന്ന്, സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന്. മനസ്സിലായ? അപ്പോൾ നമ്മുടെ സുഷുപ്തിയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത്, ഗാഢനിദ്രയിൽ കിടക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് നമുക്കൊരു സാക്ഷാത്കാരം സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. കാരണം മനസ്സും ബുദ്ധിയും സ്വപ്നം കാണുമ്പോൾ ശരീരം അനങ്ങണില്ലെങ്കിലും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സാണല്ലോ സ്വപ്നം കാണുന്നത്. അപ്പോഴുമില്ല, ജാഗ്രതാവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ഞാൻ എന്ന അഹങ്കാരത്തിൽ, ഈ ആത്മാവ് ഞാൻ എന്ന അഹങ്കാരത്തിലിരിക്കുന്നു. സ്വപ്നത്തിലാണെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആത്മാവ് ഞാൻ സ്വപ്നം കണ്ടു എന്ന് രാവിലെ എണീറ്റ് പറയിപ്പിക്കും, നമ്മൾ വായെ കൊണ്ട് പറയിപ്പിക്കും അല്ലേ. പക്ഷേ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് മാത്രം അറിയില്ല. ഉറക്കത്തിലേക്ക് പോകുന്നതും പിന്നെ ഉണരുന്ന ആ നിമിഷവും മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള 3-4 മണിക്കൂർ സുഷുപ്തിയിൽ കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല. അത് ആ സമയം യഥാർത്ഥത്തിൽ ഒരു താൽക്കാലികമായ ആത്മസാക്ഷാത്കാരമായിരുന്നു എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഉറക്കം കഴിഞ്ഞ് ഗാഢനിദ്ര കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന, ശരീരത്തിന് വരുന്ന അനുഭവം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും? ഭയങ്കര ഒരു സുഖമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ഉറക്കം കിട്ടി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറി, നമ്മൾ ഭയങ്കര പിറ്റേ ദിവസം രാവിലെ നല്ല എനർജറ്റിക്കായി, നമ്മുടെ എല്ലാ ക്ഷീണവും മാറി, നല്ല ഊർജ്ജസ്വലതയും, നമ്മുടെ മനസ്സൊക്കെ നല്ല തെളിഞ്ഞ്. തലേ ദിവസം നമ്മൾ ഉറങ്ങാണ്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിരുന്നാൽ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ ഉണർന്നോ, സ്വപ്നത്തിലാണെങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു നമ്മളൊന്ന് ടയേർഡാവും, നമ്മളൊന്ന് ക്ഷീണാവസ്ഥയിലേ രാവിലെ എണീക്കുള്ളൂ. പക്ഷേ രാത്രിയിൽ ആ സുഷുപ്തി കിട്ടിയാൽ, ഗാഢനിദ്ര കിട്ടി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എത്ര ഊർജ്ജസ്വലതയോടെ, മനസ്സൊക്കെ നല്ല ശാന്തമായി പ്രകാശിച്ച് ഉണർവോടുകൂടി എനർജറ്റിക്കായി നമ്മൾ എണീക്കുന്നു. കാരണം ആ കുറച്ച് നേരം നമ്മൾ ഒരു സാക്ഷാത്കാരത്തെ പ്രാപിച്ചിരിക്കുകയായിരുന്നു. നമ്മളെന്ന് വെച്ചാൽ ശരീരമല്ല, നമ്മളാകുന്ന ആത്മാവ്. ആ കുറച്ച് നേരത്തേക്ക് തൽക്കാലത്തേക്ക് സാക്ഷാത്കാരത്തെ പ്രാപിച്ചിരിക്കുകയായിരുന്നു. അതിന് കാരണം എന്താ ആത്മാവിനത് സാധിച്ചത്? കാരണം ആ സമയത്ത് ശരീരവും മനസ്സും ബുദ്ധിയും ചലിച്ചില്ല, ഒരു ചലനവും ഉണ്ടായില്ല. അപ്പോൾ ആത്മാവിന് ഒരു ചലനവും ഇല്ലാണ്ട് വന്നപ്പോൾ ഞാനിവിടെ ഇല്ല എന്ന അഹങ്കാരം പോയി. ഞാനില്ല, ചലിക്കുമ്പോഴാണല്ലോ ഞാൻ എന്ന് തോന്നിയിരുന്നത്. ഞാനില്ല എന്ന അഹങ്കാരം അതോടുകൂടി ഇല്ലാതായി. ഞാനില്ല എന്ന് തോന്നിപ്പോയപ്പോൾ ആത്മാവ് എല്ലാത്തിൻ്റെയും കാരണമായ അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, എല്ലാത്തിനോടും ചേർന്നിരിക്കുന്ന എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമായ ആ യഥാർത്ഥ അസ്തിത്വമില്ലേ, ആ പരമാത്മാവിലേക്ക് കുറച്ച് നേരത്തേക്ക് സാക്ഷാത്കരിക്കപ്പെട്ടു. ഞാനില്ല എന്ന അഹങ്കാരം പോകുന്നൊരവസ്ഥയിലേക്ക് ആത്മാവ് എത്തുക എന്ന് പറഞ്ഞാൽ ആത്മാവും പരമാത്മാവും ഒന്നാകുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്ന്. രാവിലെ അലാറം അടിച്ച് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതോടുകൂടി ആത്മാവ് പ്രകൃതിയുടെ സ്വാധീനത്തിൽപ്പെട്ടു. അപ്പം നമ്മൾ ഉണർന്നപ്പോൾ നമ്മൾ ചിന്തിക്കാൻ, ഞാൻ എണീറ്റു, ഇനി രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാം, അപ്പം ഞാൻ ചെയ്യാൻ പോകണം, ഞാൻ. അപ്പം ആത്മാവ് വീണ്ടും സ്വാധീനത്തിൽ, ശക്തിയുടെ, പ്രകൃതിയുടെ സ്വാധീനത്തിൽ പെട്ടു. കാരണം എന്താ? മനസ്സും ബുദ്ധിയൊക്കെ ചലിക്കാൻ തുടങ്ങി, ശരീരവും ചലിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചലിക്കുന്നു, ഞാൻ എണീറ്റു, ഞാനിത് എനിക്കിന്ന് അങ്ങോട്ട് പോകണം, എനിക്ക് ഇങ്ങോട്ട് പോകണം, ഞാൻ നമ്മൾ പറയണില്ലേ? ആ ശരീരമാണ് ഞാൻ ധരിച്ചുകൊണ്ട് എല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മൾ തുടങ്ങി. പക്ഷെ നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സാക്ഷാത്കാര അവസ്ഥയെ ആ സുഷുപ്തിയിൽ നമ്മൾ പ്രാപിച്ചിരുന്നു. അതിന് കാരണം മനസ്സും ശരീരവും ബുദ്ധിയും അനങ്ങാതായതാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തുകയാണ്, മനസ്സിനെ അങ്ങനെ നിശ്ചലമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ശ്ലോകം 10 അത് ഞാൻ ഒന്നും കൂടി ഒന്ന് ചൊല്ലണം. 14 ഭൂത സൂക്ഷ്മ ഇന്ദ്രിയ മനോബുദ്ധി ആദിഷു ഇഹ നിദ്രയാ ലീനേഷു അസ്തി യഹ തത്ര വിനിദ്രഹ നിരഹം ക്രിയഃ. 15 മന്യമാനഃ തദാത്മാനം അനഷ്ടഃ നഷ്ടവൻ മൃഷ നഷ്ട അഹങ്കാരേണ ദൃഷ്ടാ നഷ്ടവിത്ത ഇവ ആതുര ഏവം പ്രത്യവമൃശ്യ അസൗ ആത്മാനം പ്രതിപദ്യത്തെ സ അഹങ്കാരസ്യ ദ്രവ്യസ്യ യഹ അവസ്ഥാനം അനുഗ്രഹഃ. ഇത്രയും കേട്ടപ്പോൾ അമ്മ മകനോട് ചോദിക്കുകയാണ് ശ്ലോകം 17 ദേവഹൂതി ഉവാച. നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവുന്ന ചോദ്യ. പുരുഷം പ്രകൃതി ബ്രഹ്മൻ ന വിമുഞ്ചതി കർഹിച്ചിത് അന്വേന്യ അപാശ്രയത്വാത് ച നിത്യത്വാത് അനയഃ പ്രഭോ. ചോദ്യം ഇതാണ്. അല്ലയോ ബ്രഹ്മൻ, അമ്മയാണെങ്കിലും മകനെ വിളിക്കുക. അല്ലയോ ബ്രഹ്മൻ, പുരുഷം പ്രകൃതിയും അജീവാത്മാവാകുന്ന പുരുഷനും കർഹിച്ചിത് ഒരിക്കൽ പോലും ന വിമുഞ്ചതി വേർപ്പെടുന്നില്ല എന്ന്. അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ? പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പുരുഷനും പ്രകൃതിയും ചേർന്നിരിക്കുന്നതാണ് പരമാത്മാവ്. ഇനി ഈ പരമാത്മാവിൽ നിന്നും ഇളക്കം തട്ടി ഉണ്ടായത് എല്ലാത്തിലും പുരുഷനും പ്രകൃതിയുണ്ട്. അല്ലേ, പുരുഷനാണ് ഇച്ഛിക്കുന്നത് എനിക്ക് എന്നെ അറിയണമെന്ന്. അപ്പൊ പ്രകൃതി ചലിച്ചു, മായ. അപ്പൊ പുരുഷന്റെ ഇച്ഛ വന്ന് വീണപ്പോൾ മായ ഉണർന്നു. അപ്പൊ അതിലും പുരുഷനുണ്ട്. മായയുടെ ത്രിഗുണങ്ങൾക്ക് വ്യതിചലനം, മഹത്തത്വം, അപ്പൊ അതിലും ആ ജീവനുണ്ട്. ഞാൻ ആരാണെന്നുള്ള അവബോധം, അതാണ് മഹത്തത്വം. അപ്പോൾ അതും സംഭവിച്ചു. അപ്പോൾ അവിടെയും ഉണ്ട് പുരുഷൻ. പിന്നെ അഹങ്കാരം ഞാൻ എന്നൊരു അഹങ്കാര തത്വം ഉണ്ടായി. അപ്പോൾ അതിലും ആ ഞാൻ എന്ന അഹങ്കാര തത്വം ആർക്കാണ് ഉണ്ടാകുന്നത്? ഈ ജീവാത്മാവിനാണ് ഉണ്ടാകുന്നത്. അഹങ്കാര തത്വം ഉണ്ടായി ജീവാത്മാവിന്. അപ്പോൾ അതിൽ തന്നെ സാത്വിക അഹങ്കാരം, ഇതിലും ഒക്കെ പുരുഷനും ഉണ്ട് എന്ന പ്രകൃതിയുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എങ്ങനെയാണ് മകനെ പുരുഷനും പ്രകൃതിയും ഒരിക്കൽ പോലും വേർപ്പെടുന്നില്ലല്ലോ? അതാണ് ചോദിച്ചത്. കർഹിച്ചിത് നാ വിമുഞ്ചതി, വേർപ്പെടുന്നില്ലല്ലോ. അന്വേന്യം അപാശ്രയത്വാത്, ഇവ പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അല്ലേ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, ഇതിൽ പുരുഷൻ മാത്രമായിട്ടോ പ്രകൃതി മാത്രമായിട്ടോ എന്തെങ്കിലും ഉണ്ടോ? നമ്മളുടെ ഒരു ശരീരം, ഇപ്പോൾ ഒരു സ്ത്രീ ശരീരം എടുക്കുകയാണെങ്കിൽ ശരീരം പ്രകൃതിയാണ്, അതിനെ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതി ശക്തിയാണ്. പക്ഷേ അതിനകത്തിരിക്കുന്ന
ജീവാത്മാവ് പുരുഷനാണ്. ഈ ഒരു പുരുഷന്റെ ശരീരം എടുത്താലോ ആ ശരീരം പ്രകൃതിയാണ് അല്ലേ? പ്രകൃതി, ആ ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തി, അതിനകത്തിരിക്കുന്ന ജീവാത്മാവ് പുരുഷൻ. ഇതുപോലെയല്ലേ മൃഗങ്ങൾക്കും, ഇതുപോലെ തന്നെ സസ്യങ്ങൾക്കും, ഇതുപോലെ തന്നെയല്ലേ സർവചരാചരങ്ങൾക്കും, കാറ്റിനും മഴയ്ക്കും പുഴയ്ക്കും വെയിലിനും എല്ലാം ഇതുപോലെ തന്നെയല്ലേ? ആ ഭൗതിക ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ മായ, അതിനെ ചലിപ്പിക്കുന്നത് പ്രകൃതി ശക്തി, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ ജീവാത്മാവ് പുരുഷൻ. അപ്പൊ എല്ലാത്തിലും ഉണ്ട് പുരുഷനും പ്രകൃതിയും. പുരുഷൻ മാത്രമായിട്ട് ഈ ലോകത്തൊന്നുമില്ല, പ്രകൃതി മാത്രമായിട്ട് ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചമുള്ളൂ, സർവചരാചരങ്ങളും ഒരു കൃമികീടം വരെ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും വേർപെട്ട് നിൽക്കുന്നില്ല, അന്യോന്യം ആശ്രയിച്ചിരിക്കുന്നു. നിത്യത്വാത്, നിത്യം എന്നും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഒരു നിമിഷം പോലും പുരുഷൻ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല, പ്രകൃതി പുരുഷനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല. പരമാത്മാവ് തൊട്ട് ഒരു ചെറിയ പരമാണു വരെ പുരുഷനും പ്രകൃതിയും യോജിച്ചാണ് നിൽക്കുന്നത് അല്ലേ? ഏറ്റവും വലിയ തത്വം പരമാത്മ തത്വം, അവിടെ തൊട്ട് ഒരു ഏറ്റവും ചെറിയ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയൊരു പരമാണുവിൻ്റെ കണിക എടുക്കുക, ആ പരമാണു വരെ, അതിൽ വരെ പുരുഷനും പ്രകൃതിയും ഒരുമിച്ചാണ്. അപ്പൊ നിത്യത്വാത്, എന്നും ഇവരൊരുമിച്ചാണ്. അനയഹ, ഇവയ്ക്ക് രണ്ടിനും പ്രഭോ, അല്ലയോ പ്രഭോ, പിന്നെ എങ്ങനെയാണ് ഇവയ്ക്ക് രണ്ടിനും വേർപെടാൻ പറ്റുകയാണ്? വേർപെടാന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഈ ജീവാത്മാവിനെ ഞാനല്ല ചലിക്കുന്നത്, അത് പ്രകൃതിയാണ്, പ്രകൃതി വേറെ ഞാൻ വേറെ എന്ന് എങ്ങനെയാ പിന്നെ തോന്നുക? ഇത് എപ്പോഴും ഒരുമിച്ച് മുട്ടിയിട്ടല്ലേ നിൽക്കുന്നത്? അതാണ് അമ്മ ചോദിക്കുന്നത്. ഇപ്പം കപില മഹർഷി പറഞ്ഞു കൊടുത്തത്, ഒരു ആത്മാവ് സ്വയം ആത്മാവ് അറിയണം, ഞാനല്ല ചലിക്കുന്നത്, പ്രകൃതിയാണ് ചലിക്കുന്നത്, ഞാൻ ചലിക്കുന്നില്ല, ഞാനൊരു ശാശ്വത സത്യമായിട്ട് എല്ലാത്തിലും ഇരിക്കുന്നു, പ്രകൃതിയാണ് ചലിക്കുന്നത്. ഈ ശരീരം മനസ്സും ബുദ്ധിയും പ്രകൃതിയുടെ മായയിൽ നിന്നാണ്, അതിനെ ചലിപ്പിക്കുന്ന ശക്തിയും പ്രകൃതിയാണ്, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ചിന്തിച്ചാലേ, അങ്ങനെ അത് തിരിച്ചറിഞ്ഞാലേ ആത്മാവിന് സാക്ഷാത്കാരം ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് എങ്ങനെ സാധിക്കുക? ഈ ആത്മാവ് എപ്പോഴും പ്രകൃതിയാകുന്ന ശരീരത്തോട് ചേർന്നില്ലേ? ആത്മാവിന് ആത്മാവായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ശരീരം വേണം. അപ്പൊ ശരീരം എന്നത് പറയുന്നത് പ്രകൃതിയല്ലേ? അപ്പൊ ആത്മാവും പുരുഷനും പ്രകൃതിയും ചേർന്ന് നിൽക്കുമ്പോൾ ഈ പുരുഷൻ എങ്ങനെയാണ് ഞാൻ പ്രകൃതിയല്ല, ഞാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കില്ല, എന്നിൽ നിന്ന് വേറിട്ടതാണ് പ്രകൃതി എന്ന് എങ്ങനെ ഈ മുട്ടി നിൽക്കുമ്പോൾ പുരുഷൻ മനസ്സിലാക്കും? അങ്ങനെ മനസ്സിലാക്കണം എന്നാണല്ലോ പറയുന്നത്. ചലിക്കുന്നത് ഞാനല്ല എന്ന് തിരിച്ചറിയണമെന്ന്, അപ്പോഴാണ് സാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ എന്ന്. പക്ഷേ ഇവ തമ്മിൽ ഒരിക്കൽ പോലും വേർപെട്ട് നിൽക്കുന്നില്ല. പ്രകൃതി ഇല്ലാണ്ട് പുരുഷനുമില്ല, പുരുഷനില്ലാതെ പ്രകൃതിയുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവാത്മാവിനെ, പുരുഷനാകുന്ന ഒരു ജീവാത്മാവിനെ പ്രകൃതിയാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും വേർപെട്ട് നിൽക്കാൻ പറ്റുക? ഇവ ഒരുമിച്ചല്ലേ എപ്പോഴും നിൽക്കുന്നത്? ഇതാണ് അമ്മയുടെ ചോദ്യം. ഇനി അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് ചോദിക്കുകയാണ്. ശ്ലോകം 18. യഥാ ഗന്ധസ്യ ഭൂമേശ്ച ന ഭാവ വ്യതിരേകതഃ അപാം രസസ്യ ച യഥാ തഥാ ബുദ്ധേ പരസ്യ ച. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം ചോദിക്കുകയാണ്. യഥാ, എപ്രകാരമാണോ ഗന്ധസ്യ ഭൂമേശ്ച, ഗന്ധത്തിനും ഭൂമിക്കും വ്യതിരേകത, വേറിട്ടിട്ട് ന ഭാവ, ഒരു അസ്തിത്വമില്ല അല്ലേ? നമ്മൾ പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും ഉണ്ടാവുന്നപ്പോൾ പഠിച്ചപ്പോൾ ഗന്ധം ഉണ്ടായിട്ട് ഭൂമി എന്ന അവസാനത്തെ ഭൂതവും ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ഗന്ധമുണ്ട്, ഗന്ധമുണ്ടെങ്കിൽ ഭൂമിയുമുണ്ട്, ഗന്ധമില്ലെങ്കിൽ ഭൂമിയുമില്ല, ഭൂമിയില്ലെങ്കിൽ ഗന്ധവുമില്ല. അപ്പം ഇതിന് വേറിട്ടിട്ടൊരു അസ്തിത്വമില്ല. ഇതുപോലെയല്ലേ പുരുഷനും പ്രകൃതി എന്നാണ് പറയുന്നത്. അപാം രസസ്യ ച, ഇതുപോലെ തന്നെ അപാം, ജലം ഉണ്ടെങ്കിൽ രസസ്യ, രസവുമുണ്ട്, രസം എന്ന ഗുണവുമുണ്ട്, രസം എന്ന ഗുണം ഇല്ലെങ്കിൽ ജലവുമില്ല. ഇതുപോലെ തഥാ, യഥാ, അത് എപ്രകാരമാണോ തഥാ അപ്രകാരം ബുദ്ധേ എന്ന് വെച്ചാൽ പ്രകൃതി, പരസ്യ എന്ന് വെച്ചാൽ പുരുഷൻ, പ്രകൃതിക്കും പുരുഷനും എങ്ങനെ പുരുഷൻ എങ്ങനെ പ്രകൃതിയിൽ നിന്ന് വേറിട്ടതാണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും? മുട്ടി ഒരുമി നിൽക്കുന്ന ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഒരാൾ ഞാൻ ഇതല്ല എന്ന് എങ്ങനെ തിരിച്ചറിയും?
പുരുഷൻ ഞാൻ പ്രകൃതിയല്ല എന്ന് പറഞ്ഞ് പ്രകൃതിയുടെ ചലിക്കുന്നത് പ്രകൃതിയാണ്, പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമാകാൻ ഒരു പുരുഷന്, ജീവാത്മാവിനെ എങ്ങനെ സാധിക്കും? കാരണം ഈ പുരുഷന് പ്രകൃതി ഇല്ലെങ്കിൽ നിലനിൽപ്പില്ലല്ലോ. വീടിനകത്ത് കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വർക്ക് ചെയ്യിക്കാൻ ഒരു ഫാനോ ഒരു ഇലക്ട്രോണിക് വസ്തുവോ ഉണ്ടെങ്കിലല്ലേ കറണ്ടിന് മൂല്യമുള്ളൂ. ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അറിയാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണിക് വസ്തുവും കറണ്ടും രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അതിന് ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ രണ്ടിനും നിലനിൽപ്പില്ല. ഒരു ഫാൻ മേടിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ കണക്ഷൻ വരാണ്ട്? അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് അതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഭൂമി ഇല്ലെങ്കിൽ ഗന്ധമില്ല, ഗന്ധമില്ലെങ്കിൽ ഭൂമിയില്ല, ജലമില്ലെങ്കിൽ രസമില്ല, രസമില്ലെങ്കിൽ ജലവുമില്ല. ഇതുപോലെയല്ലേ പുരുഷനും പ്രകൃതിയും. പുരുഷനില്ലെങ്കിൽ പ്രകൃതിയില്ല, പ്രകൃതിയില്ലെങ്കിൽ പുരുഷനുമില്ല. ഇവ ഒരിക്കൽ പോലും വേർപെട്ട് നിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ശരീരത്തിലിരിക്കുന്ന ഒരു ജീവാത്മാവ് ഞാൻ ഈ ചലിക്കുന്ന ശരീരമല്ല, പ്രകൃതിയല്ല, ചലിക്കുന്നത് പ്രകൃതിയാണ്, ഞാൻ പുരുഷനാണെന്ന് വേറിട്ട് എങ്ങനെയാ മനസ്സിലാക്കുക? വേർപെട്ട് ഒരു സെക്കൻഡ് പോലും വരുന്നില്ലല്ലോ. നീ ചോദിക്കാം, കഴിഞ്ഞിട്ടില്ല. ശ്ലോകം 19. അകർത്തുഹു കർമ്മബദ്ധ അയം കർമ്മബന്ധ അയം പുരുഷസ്യ യദാശ്രയ ഗുണേഷു സത്സു പ്രകൃതേ കൈവല്യം തേഷു അധഃ കഥം. അടുത്ത ചോദ്യം കേട്ടോ. അകർത്തു, ഒരു കർമ്മവും ചെയ്യില്ല, ഒരു കർത്തൃത്വബോധവും ഇല്ലാത്ത, എന്നാൽ പുരുഷസ്യ, ആ പുരുഷനെ, ആ ജീവാത്മാവ്, കർമ്മബന്ധ അയം, കർമ്മബന്ധം വരുന്നു, അത് യദാശ്രയ, ആ പ്രകൃതിയെ ആശ്രയിക്കുന്നത് കൊണ്ടാണല്ലോ എന്ന്. ഒരു കർമ്മവും ചെയ്യാത്ത, ഒരു വികാരവും ഇല്ലാത്ത, ഒരു ത്രിഗുണങ്ങളുമായിട്ട് ബന്ധവുമില്ലാത്ത, എല്ലാത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന പുരുഷനാകുന്ന ആ ജീവാത്മാവിന് കർമ്മബന്ധം വന്ന് അടുത്ത ശരീരങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് പ്രകൃതിയുടെ സ്വാധീനത്തിൽ പെടുന്നത് കൊണ്ടാണ്. അതായത് എങ്ങനെയാണ് ആ സ്വാധീനം? പ്രകൃതിയുടെ ശക്തിയാൽ ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുമ്പോൾ ഞാൻ ഇതാണ്, ഈ ശരീരമാണ്, ഞാനാണ് ചലിക്കുന്നത്, ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ചിന്തിക്കുന്നത് എന്ന് പുരുഷൻ വിചാരിച്ചു. അങ്ങനെ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട്, പ്രകൃതിയുടെ സ്വാധീനത്തിൽ പെട്ടതുകൊണ്ടാണ് ആ പുരുഷൻ ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽപ്പെട്ട് പുനർജനിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്നാൽ ഗുണേഷു സത്സു, ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, ഇതിൻ്റെ ചലനം സത്സു എപ്പോഴും ഉണ്ടാകുന്നുണ്ടല്ലോ. ത്രിഗുണങ്ങൾ എപ്പോഴെങ്കിലും സമാനാവസ്ഥയിൽ വരുന്നുണ്ടോ? ഒരേ ഒരു സമയത്ത് മാത്രമേ ത്രിഗുണങ്ങൾ സമാനാവസ്ഥയിൽ വരുന്നുള്ളൂ. അപ്പോൾ പ്രപഞ്ചമില്ല. അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? സത്വരജ തമോ ഗുണങ്ങൾ സമാന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ല, പ്രപഞ്ചമില്ല. ഇതിൽ വ്യതിചലനം വന്നപ്പോഴാണ് ആദ്യത്തെ മഹത്തത്വം വരെ ഉണ്ടായത്, അല്ലേ? സത്വഗുണം കൂടിയപ്പോൾ മഹത്തത്വം ഉണ്ടായി, തമോ ഗുണം കൂടിയപ്പോൾ അഹങ്കാര തത്വം ഉണ്ടായി. അപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾ തുല്യമായിരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും വരില്ല. ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലുള്ള വ്യതിചലനം സത്സു എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ ചലനം എപ്പോഴും ഉണ്ടാവും. ഈ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചലനത്തിന്റെ അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ശരീരം എടുത്ത ജീവാത്മാവ് ഞാൻ ഈ ചലിക്കുന്നത് ഞാനല്ല എന്ന് തിരിച്ചറിയാം? ചലനമില്ലാത്ത അവസ്ഥ വരില്ല. അതാണ് ഗുണേഷു സത്സു, പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ചലനം സത്സു എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രകൃതി എന്ന ശക്തിയുടെ സ്വാധീനത്തിൽ നിന്നും കൈവല്യം വരികയെന്ന് വെച്ചാൽ ആ പരമാത്മാവ് യാതൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായി നിൽക്കുന്ന, കേവലമായി നിൽക്കുന്ന ആ പരമാത്മാവാണ് ഞാൻ എന്ന് കഥം അത തേഷു, ആ ജീവാത്മാവ് പുരുഷൻ കഥം അത എങ്ങനെ അറിയും? അതാണ് ചോദിക്കുന്നത്. ഒരു കർമ്മവും ചെയ്യാത്ത, ഒരു പ്രാരാബ്ധവും ഇല്ലാത്ത പുരുഷനാണെങ്കിൽ പോലും പ്രകൃതിയെ സ്വാധീനത്തിൽ പെട്ടിട്ട് കർമ്മബന്ധങ്ങളിൽ പെട്ട് പുനർജനിക്കേണ്ടി വരുന്നു. പക്ഷേ ഈ ജീവാത്മാവിനെ ഇങ്ങനെ ആശ്രയിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ത്രിഗുണങ്ങൾ എപ്പോഴും തോതിൽ ഇങ്ങനെ വ്യതിയാനം വരികയും ചലനം ഉണ്ടാവുകയും ചെയ്യും. മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും എപ്പോഴും ചലനം ഉണ്ടാവും. അപ്പൊ ചലനം ഉണ്ടാവുമ്പോൾ പുരുഷൻ ഞാനാണ് ചലിക്കുന്നത് എന്ന് വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുരുഷന് പ്രകൃതിയാണ് ചലിക്കുന്നത്, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, ചലിക്കുന്നത് എന്നുള്ള ഒരു പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമായി വേറിട്ടിട്ടുള്ള ഒരു അറിവ് പുരുഷന്, ജീവാത്മാവിന് പിന്നെ എങ്ങനെയാണ് കിട്ടുക? കാരണം ത്രിഗുണങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ മനസ്സും ശരീരവും ബുദ്ധിയും ചലിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ അത് സാധ്യമാക്കും? ഒന്നും കൂടി പറയുന്നു. 20. ക്വചിത് തത്വ അവമർശേന നിവൃത്തം ഭയം ഉൽബണം
അനിവൃത്ത നിമിത്തത്വാത് പുനഃ പ്രത്യവതിഷ്ഠതേ ക്വചിത് തത്വ അവമർശേന നിവൃത്തം ഭയമുൽബണം അനിവൃത്ത നിമിത്തത്വാത് പുനഃ പ്രത്യവതിഷ്ഠതേ. എന്നിട്ട് പറയാണ് ക്വചിത് എപ്പോഴെങ്കിലും ഒരിക്കൽ തത്വ അവമർശേന നമ്മൾ ആ ഒരു ശരിയായ തത്വം ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അമ്മ പറയാൻ കേട്ടാ, ക്വചിത് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു സമയത്ത് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ച് തത്വ അവമർശേന ആ ശരിയായ തത്വം, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല എന്ന് ആ ആത്മാവ് മനസ്സിലാക്കി. ഇപ്പം നമ്മളിപ്പോൾ ഒരു സത്സംഗം കേൾക്കുമ്പോൾ ഞാൻ തിരിച്ചറിയാണ് ഞാൻ ഈ ശരീരമല്ല. ആ തത്വം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല. ഈ സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും ഈ പ്ലാൻ ചെയ്ത് കൂട്ടുന്നതും ഒക്കെ മനസ്സും ശരീരവും ബുദ്ധിയും ചേർന്ന, അതിന് കാരണം പ്രകൃതിയുടെ ശക്തിയാണ്. ഞാനല്ല ഇതൊന്നും ചെയ്യണേന്ന് നമുക്ക് അപ്പം മനസ്സിലാവും. അതാണ് തത്വ അവമർശേന. പക്ഷേ എന്നിട്ട് നിവൃത്തം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് കിടക്കുന്നു. ഭയം ഉൽബണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭയം മരണഭയം. ആ മരണഭയത്തിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് കിടക്കും. ആ ഒരു സത്സംഗം കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് നമ്മളൊരു അറിവ് നേടുമ്പോൾ നമ്മുടെ മനസ്സിന് ഞാൻ എന്തിനാ ഈ ഭൗതികമായി ശരീരം മനസ്സിന് തോന്നുന്നതിൻ്റെയൊക്കെ പിന്നാലെ, ഞാൻ ചിന്തിക്കുന്നതിൻ്റെ പിന്നാലെ ഞാൻ തന്നെ പോണ്. മനസ്സ് ചിന്തിക്കുന്നത് മനസ്സിനെ ചലിപ്പിക്കുന്ന പ്രകൃതിയുടെ ശക്തിയുടെ സ്വാധീനം കൊണ്ടാണ്. പക്ഷെ ഞാൻ ജീവാത്മാവാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാൽ നമ്മുടെ ഭയം നമുക്ക് പോവും. പക്ഷേ അനിവൃത്ത നിമിത്വത്വാത്, അത് പൂർണ്ണമായിട്ട് ആ ഭയം അവിടെ ഇല്ലാതാകുന്നില്ല. മനസ്സിലായി? അതാണ് അനിവൃത്ത, അവസാനിക്കുന്നില്ല. ആ ഭയം പൂർണ്ണമായി നമ്മളെ വിട്ടുപോകുന്നില്ല. പുനഃ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രത്യവതിഷ്ഠതേ, ആ ഭയം നമ്മളിലേക്ക് വരുന്നു. ഇന്നൊരു ദിവസം ഇപ്പം നമ്മുടെ സത്സംഗം കേട്ട് തന്നെ പലരും എന്നോട് പറയാറുണ്ട്, ഇന്നിപ്പോൾ സത്സംഗം കേട്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച വരെ മനസ്സിങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ അതിലിങ്ങനെ നിൽക്കും. പിന്നെ വീണ്ടും എൻ്റെ മനസ്സ് കുറേ ചിന്തകളിലേക്കും വിഷമങ്ങളിലേക്കും പഴയ പോലെ തന്നെ പോകാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ശനി ഞായർ അടുത്ത സത്സംഗം വരുമ്പോൾ വീണ്ടും ഞാനൊരു ഇങ്ങനെ ഒരു ക്ലൻസിങ് എൻ്റെ മനസ്സിന് സംഭവിക്കും എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി നിന്ന് അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സത്സംഗം കേൾക്കുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മൾ ആ തത്വവിചാരം ചെയ്യാണ്. അപ്പോൾ നമ്മളാകുന്ന ആത്മാവ് ശരിയാണ്, ഞാൻ ആത്മാവാണല്ലോ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത്, ഇങ്ങനെയൊക്കെ നിരാശപ്പെടുന്നത്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ടെൻഷൻ എടുക്കുന്നത്, ഭയക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ആ ടെൻഷനിൽ നിന്നും ഭയത്തിൽ നിന്നൊക്കെ മോചിതരാകും. പക്ഷേ ഇത് പൂർണ്ണമായും നമ്മളിൽ നിന്ന് പോണില്ല. എപ്പോഴും നമുക്ക് ഈ തത്വം തന്നെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും നമ്മളുടെ മനസ്സിലേക്ക് ആ ടെൻഷനും ഭയവും ചിന്തയൊക്കെ വീണ്ടും സംഭവിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ മനസ്സ് എപ്പോഴും ഈ തത്വവിചാരത്തിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. മനസ്സ് ചിന്തിക്കുമ്പോഴാണ് ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നത്. അപ്പം ചിന്തകൾ മനസ്സിലേക്ക് വന്നാലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ചിന്തകൾ വരുമ്പോൾ വീണ്ടും നമ്മൾ ആ തത്വത്തിൽ നിന്ന് ആ ആത്മാവ് പോവും. വീണ്ടും ആത്മാവ് ഞാൻ ടെൻഷൻ അടിക്കുന്നു, ഭയക്കുന്നു, കുറേ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ തെറ്റിദ്ധാരണയിൽ അനുഭവിക്കാൻ, യഥാർത്ഥത്തിലൊന്നും അനുഭവിക്കുന്നില്ല, പക്ഷെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ആത്മാവ് വിചാരിക്കുന്നു. അപ്പോൾ നിത്യമായിട്ട് ശാശ്വതമായിട്ട് ഇതിൽ നിന്നൊരു മുക്തി, ഈ ഭയം, ടെൻഷൻ, ഈ സങ്കടം മനസ്സനുഭവിക്കുന്നതൊക്കെ ഞാനാ അനുഭവിക്കണേ എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇരിക്കണ്ടല്ലോ, അതിൽ നിന്നും ഈ പുരുഷന് ശാശ്വതമായൊരു മുക്തി എങ്ങനെ സാധ്യമാകും? അതാണ് ചോദിക്കുന്നത്. അപ്പം 4 കാര്യങ്ങളാണ് ചോദിച്ചത്. ആദ്യം ചോദിച്ചത്, പുരുഷനും പ്രകൃതിയും ഒരിക്കലും വേർപ്പെടുന്നില്ല മകനെ, ഇത് എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കണേ, ഇതിൽ ഒന്നില്ലെങ്കിൽ മറ്റേതില്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു പുരുഷന് ഞാൻ പ്രകൃതിയല്ല, ഈ ചലനം മുഴുവൻ പ്രകൃതിയുടെ സ്വാധീനത്താൽ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്ക് വരുന്നതാ, ഞാൻ എന്നെ അറിയാൻ വേണ്ടി സ്വീകരിച്ചൊരു വസ്തു മാത്രമാണ് ഈ ശരീരം. അപ്പോൾ ശരീരം ചലിക്കുമ്പോൾ, മനസ്സ് ചലിക്കുമ്പോൾ ഞാനല്ല ചലിക്കുന്നത് എന്ന് എങ്ങനെയാ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാണ് ഞാൻ എന്നൊരു പുരുഷനെ എങ്ങനെ തോന്നും? കാരണം ഇത് എപ്പോഴും ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. ഭൂമി ഇല്ലെങ്കിൽ ഗന്ധമില്ല, ഗന്ധമില്ലെങ്കിൽ ഭൂമിയില്ല. ഇത് രണ്ടും എപ്പോഴും ഒന്നിനൊന്നിന് മാത്രം അസ്തിത്വമില്ല. ജലമില്ലെങ്കിൽ രസമില്ല, രസമില്ലെങ്കിൽ ജലമില്ല.
ഇതുപോലെയല്ലേ പരിപുരുഷനും പ്രകൃതിയും? ഇവ സദാ ഒരുമിച്ച് നിൽക്കുന്നു, ഒന്നില്ലെങ്കിൽ മറ്റതില്ല. അപ്പോൾ പിന്നെ ഇത് ഞാൻ പ്രകൃതിയല്ല പുരുഷനാണ് എന്ന് വേറിട്ട് ഈ ഒരുമിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ പുരുഷൻ മനസ്സിലാക്കും? ഒരു കർമ്മവും ചെയ്യുന്നില്ല, ഒരു വികാരവും ഇല്ലെങ്കിലും പ്രകൃതിയോടെ സ്വാധീനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പുരുഷനാകുന്ന ജീവാത്മാവിന് കർമ്മപ്രാരാബ്ധം അനുഭവിച്ച് പുനർജനിക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ സ്വാധീനത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ പറ്റുക? കാരണം പ്രകൃതിയുടെ മായയുടെ ത്രിഗുണങ്ങളുടെ തോത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അത് സമാന അവസ്ഥയിൽ വന്നാൽ പ്രപഞ്ചം പിന്നെ ഇല്ല. അപ്പം അത് ഒരിക്കലും സമാന അവസ്ഥയിൽ വരില്ല. ഇത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ത്രിഗുണങ്ങളുടെ വ്യതിയാനത്താൽ ശരീരത്തിലും മനസ്സിനും ബുദ്ധിക്കൊക്കെ ചലനം സംഭവിക്കും. അപ്പം ചലനം ഇല്ലാത്ത അവസ്ഥ വരില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ചലനം ഇല്ലാണ്ടാവുമ്പോഴാണ് ആത്മാവിന് ആ തൽക്കാലത്തേക്ക് സാക്ഷാത്കാരം കിട്ടുന്നത് സുഷുപ്തിയിൽ എന്ന് പറഞ്ഞില്ലേ? ഈ ചലനമില്ലാത്ത അവസ്ഥ വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുരുഷൻ ഞാൻ പ്രകൃതിയല്ല, ഞാൻ അല്ല ചലിക്കുന്നത് എന്ന് ആ തിരിച്ചറിവിലേക്ക് പുരുഷന് വരണമെങ്കിൽ മനസ്സടങ്ങണ്ടേ? പക്ഷേ ഈ ത്രിഗുണങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സടങ്ങൂല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാ പുരുഷന് പ്രകൃതിയിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവുന്നത്, വേറിട്ട് നിൽക്കാൻ പറ്റുന്നത്? പിന്നെ പറഞ്ഞത് എന്താ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒരു ആധ്യാത്മിക സത്സംഗത്തിലൂടെയൊക്കെ ഞാൻ ആത്മാവാണ് എന്ന തത്വം തിരിച്ചറിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ ഒരു മുക്തി വരും. ഞാൻ ആത്മാവാണ്, ഞാൻ എന്തിനാ ഭയക്കണ്, എനിക്കിതൊന്നും എന്നെ ബാധിക്കില്ല എന്നൊക്കെ കുറച്ച് നേരത്തേക്ക് നമുക്ക് തോന്നിയെങ്കിലും അത് തൽക്കാലത്തേക്കാണ്. പിന്നീട് വീണ്ടും കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും ടെൻഷനും സ്ട്രെസ്സും നിരാശയും ഒക്കെ ഭയവും ഒക്കെ എടുത്തു കൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തു കൂട്ടുന്ന ആത്മാവ് വിചാരിക്കുന്നത് ഞാനാണ് ഇതൊക്കെ അനുഭവിക്കണേന്ന്. അപ്പോൾ ഒരു ആത്മാവിന് ഇങ്ങനെ കുറച്ച് നേരത്തേക്കല്ലാണ്ട് പൂർണ്ണമായും ശാശ്വതമായും പ്രകൃതിയുടെ സ്വാധീന ശക്തിയിൽ നിന്നൊരു മുക്തി. ഞാനല്ല, പ്രകൃതിയുടെ സ്വാധീനത്താൽ ശരീര മനസ്സ് ബുദ്ധിയാണ് ഈ ചലിച്ച് ഈ ടെൻഷൻ എടുക്കുന്നത്, ഇതൊക്കെ അനുഭവിക്കുന്നത്. ഞാനല്ല എന്നൊരു തിരിച്ചറിവ് ഈ പുരുഷനെ ശാശ്വതമായിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് അമ്മയുടെ ചോദ്യം. മതിയില്ലേ? ഉത്തരം നമുക്ക് നാളെ നോക്കാം. മനസ്സിലായോ? ഇപ്പൊ ഒന്നുകൂടി വ്യക്തത വന്നോ? ഇന്നലത്തെ